യെശയ്യാവ് 43-2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുകയും നാം പോകേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ യഹോവ സൈന്യത്തിന്റെ നാഥൻ നമ്മോട് കൂടെയുള്ളപ്പോൾ എത്ര വലിയ ശോധനയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും അതിനൊന്നും നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല. ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നാം പ്രാർത്ഥിക്കുന്നവരാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ? ദൈവ യോശുവോട് പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുവാൻ തീരുമാനിച്ചു. ദാനിയേൽ ഭയപ്പെട്ടില്ല. ദാനിയേലിനെ വിടുവിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് അവനറിയാം. ദിനവും ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനു വേണ്ടി ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാ നമ്മുടെ ദൈവം. ദൈവം വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്നവനാ. മോശ ഇസ്രായേൽ ജനവുമായി ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ ഇരുവശവും മുൻപും പിൻപും വഴിയടഞ്ഞ അവസ്ഥ. ദൈവശബ്ദം കേട്ട മോശയുടെ കയ്യിലിരുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടി. മോശയുടെ കരത്തിന് ദൈവം ശക്തി പകർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ഒരുപാട് വിടുതലുകൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചിട്ടില്ലേ? ഒരു പ്രശ്നത്തിൽ പോലും നമ്മളെ വിട്ട് ദൈവം മാറി നിന്നിട്ടില്ല. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് അവിടുത്തെ സ്നേഹമല്ലേ? പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ട് ഭാരപ്പെടാനല്ല, ദൈവത്തിൽ വിശ്വസിച്ച് അതിനെ നോക്കി പറയണം, ഇതെന്റെ ജീവിതത്തിൽ എന്നെ എന്റെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനും ദൈവത്തിന്റെ കരം എന്നിൽ വെളിപ്പെടാനുള്ള സമയമാണ്. പ്രത്യാശയോടെ അവിടുന്ന് വിളിച്ചപേക്ഷിക്കാം. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.